ലതീഷ്, എന്തൊക്കെയാണ് ഈ സംഭവിക്കുന്നത്? നാടകം കളിക്കുക, ഉടൻ കർട്ടൻ ഇടുക, അത് ചോദിച്ചാൽ തല്ലുക, ഇതിൻ്റെ പേരാണോ കലോത്സവം? ശരത്ത്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. സോണൽ കലോത്സവങ്ങളിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി യൂണിയൻ കുറേ നാളുകൾക്ക് ശേഷമാണ്, അല്ലെങ്കിൽ കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് കഴിഞ്ഞ തവണ KSU MSF സഖ്യത്തിന് ഭരണം ലഭിച്ചത്. എന്നാൽ ഒരു കലോത്സവം എത്രത്തോളം അലങ്കോലമാക്കാം എന്നത് ഓരോ ദിവസവും ഈ സംഘാടകർ തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ്. അവർക്ക് ആധിപത്യമുള്ള കോളേജുകളിലെ വിദ്യാർത്ഥികളെ ഒന്നാം സ്ഥാനത്തെത്തിക്കുന്നതിനും, അല്ലെങ്കിൽ അവർക്ക് ആധിപത്യമുള്ള കോളേജുകളിൽ കൊണ്ടുപോയി ഈ കലോത്സവം നടത്തി അവരുടെ ഗുണ്ടായിസം പുറത്തെത്തിക്കുന്നതിനുമുള്ള ഒരു അവസരമായി ഈ കലോത്സവത്തെ മാറ്റുന്നു. അത് വലിയ പ്രതിഷേധങ്ങൾക്ക് ഇടവരുത്തുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ തൃശ്ശൂരിലൊക്കെ ഉണ്ടായ ആക്രമണത്തിന് ഒരു ന്യായീകരണവും നിരത്താൻ കഴിയാതെ KSU വട്ടം ചുറ്റുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. എങ്കിലും എല്ലാ സ്ഥലത്തും ഇതേപോലെ തന്നെ ഇത്തരമൊരു കലോത്സവമൊന്നും നടത്തി പരിചയമില്ലാത്തതിൻ്റെ പ്രശ്നം കൂടിയാവാം ഇത്തരത്തിലൊരു സംഘർഷത്തിലേക്ക് അല്ലെങ്കിൽ ഗുണ്ടായിസത്തിലേക്ക് പോയിക്കൊണ്ട് വിദ്യാർത്ഥികളെ അടിച്ചമർത്തുന്ന സാഹചര്യം ഉണ്ടാക്കുന്നത്. ഈ പുളിയാവ് കോളേജിൽ, നാദാപുരത്തുള്ള കോളേജിലാണ് ഈ പ്രശ്നം ഉണ്ടായത്. മെനയാന്ന് അവിടെ നാടൻ പാട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. അത് ചോദിക്കാനെത്തിയവരെ കോളേജ് സംഘാടകർ തന്നെ മർദ്ദിക്കുക, അവരെ മുറിയിൽ പൂട്ടിയിടുക. അതുമായി ബന്ധപ്പെട്ട് ഇന്നലെ നാദാപുരം പോലീസ്, വളയം പോലീസ് കേസെടുത്തിട്ടുണ്ട്. ആ കേസെടുത്ത് ഇന്നലെ രാത്രിയാണ് നാടകം നടക്കുന്നത്. ശരത്ത് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ നാടകം കഴിയുന്നതിന് മുമ്പ്, ഗുരുവായൂരപ്പൻ കോളേജിൻ്റെ നാടകമായിരുന്നു, നാടകം കഴിയുന്നതിന് മുമ്പ് തന്നെ കർട്ടനിട്ടു. സ്വാഭാവികമായും അത് ചോദ്യം ചെയ്യപ്പെടും. കാരണം നാടകത്തിന് സമയമുണ്ടാകും. ആ സമയം കഴിഞ്ഞാലും സാധാരണയായി കലാപരിപാടികൾ അവസാനിക്കുന്നതുവരെ കർട്ടൻ താഴ്ത്താതിരിക്കുക എന്നതൊരു സാമാന്യ മര്യാദയാണ്. പിന്നീട് ആ സമയം കഴിഞ്ഞാൽ വരുന്ന നാടകമോ അല്ലെങ്കിൽ മത്സരമോ തുടരുകയാണെങ്കിൽ ജഡ്ജസ് ആണ് അതിനെ മാർക്കിടുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തീരുമാനിക്കേണ്ടത്. അല്ലാതെ കർട്ടൻ താഴ്ത്തിക്കൊണ്ട് ആ പരിപാടിയെ ഒരു പൂർണ്ണതയിൽ എത്തിക്കാതെ അവസാനിപ്പിക്കുക എന്ന് പറയുന്നത് സ്വാഭാവികമായും ഒരു കലയോട് തന്നെ ചെയ്യുന്ന ഒരു ക്രൂരതയാണെന്ന് തന്നെ പറയാം. അത് ചോദ്യം ചെയ്ത ഗുരുവായൂരപ്പൻ കോളേജിലെയും അതേപോലെ തന്നെ ആർട്സ് കോളേജിലെയും വിദ്യാർത്ഥികളെയാണ് സംഘാടകർ ചേർന്ന് മർദ്ദിച്ചത്. പിന്നീട് ഇതിൽ പരാതി നൽകാൻ എത്തിയ വിദ്യാർത്ഥികളെ കൂട്ടം ചേർന്ന് മർദ്ദിക്കുന്ന സാഹചര്യവുമുണ്ടായി. ഈ വിഷയത്തിൽ പോലീസ് ഇടപെട്ടതോടുകൂടി സംഘാടകർ ഒന്നായി പോലീസിനെതിരെ തിരിയുന്നു. കൂടുതൽ പോലീസുകാരെത്തിയാണ് അവിടെ സംഘർഷത്തിന് അയവുവരുത്തിയത്. പരിപാടി നിർത്തിവെക്കുന്ന ബിസോൺ കലോത്സവം പുളിയാവ് കോളേജിൽ നിർത്തിവെക്കുന്നതിലേക്ക് വരെ ഇന്നലത്തെ ഈ രാത്രി ഉണ്ടായ ഈ അക്രമം UDSFൻ്റെ അല്ലെങ്കിൽ KSUവിൻ്റെയും MSFൻ്റെയും സംഘാടകർ നടത്തിയ ആക്രമണം എത്തിച്ചേരുന്ന ഒരു നിലയാണുള്ളത്. പരുക്കേറ്റ വിദ്യാർത്ഥികൾ നാദാപുരം ഗവൺമെൻറ് ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ട്. ഈ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പോലീസ് പരിശോധിക്കുന്നുണ്ട്. കൂടുതൽ പേർക്കെതിരെ ഇന്ന് വീണ്ടും ഇതുമായി ബന്ധപ്പെട്ട് ബിസോൺ കലോത്സവത്തിലെ സംഘർഷവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ബിസോൺ കലോത്സവത്തിലെ UDSFൻ്റെ ആക്രമണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേസെടുക്കുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശരത്ത്.